മഴതോറും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ബാലചന്ദ്രനുമായി ഫോണിൽ സംസാരിച്ചതിന് ശേഷം ഗംഗാധര മേനോൻ പിന്നെ നാട്ടിലേക്ക് വരുന്നുണ്ട്. വൈജയന്തിയെ കാണാൻ വേണ്ടിയിട്ടായിരിക്കട്ടെ കുറേ നാളുകൾക്ക് ശേഷം ഗംഗാധരൻ നാട്ടിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ മാലതിയേട്ടത്തി ഉണ്ടാവും. രണ്ടുപേരും ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. അവിടെ ചെന്ന് ബാലചന്ദ്രനെയും രാജീവിനെയും ശിവേട്ടനെയും ഒക്കെ അദ്ദേഹം കാണും. രാജീവിനോടും ശിവേട്ടനോടും ഭയങ്കര ദേഷ്യത്തിലായിരിക്കും ഗംഗേട്ടൻ സംസാരിക്കുന്നത്. പക്ഷേ ഇതൊരു ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സകല നിയന്ത്രണവും കയ്യിൽ പിടിച്ചു നിൽക്കുകയാണ്. കാരണം അവർ ചെയ്ത ആ ഒരു ഗുണ്ടായുസത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിന് അത്രക്കുമാത്രം ദേഷ്യം വരുന്നുണ്ട്. മനുവിൽ നിന്ന് എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് ഗംഗാധര മേനോൻ്റെ വരവ്. നേരെ അവിടെ മുന്നിൽ ചെന്നുകൊണ്ടതിന് ഗംഗാധരൻ ദേഷ്യപ്പെട്ടു. നിങ്ങൾ എന്തൊക്കെയായി കാട്ടിക്കൂട്ടുന്നത്? ഇവിടെ എന്ത് നടന്നാലും നിങ്ങൾ എന്തിനാണ് ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ഗുണ്ടായുസം കാണിക്കുന്നത്? അതിന് നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? അത് അയാളുടെ വീടാണ്. അവിടെ ആര് നിൽക്കണം നിൽക്കണ്ട എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം അയാൾക്കാണുള്ളത്. നിങ്ങൾക്കവിടെ എന്ത് കാര്യമാണുള്ളത് എന്നൊക്കെ ചോദിച്ചു. അന്നേരം രാജീവൻ പറയുന്നുണ്ട്, ഗംഗേട്ട, വൈജയന്തിയുടെ ഭർത്താവല്ലേ അയാൾ. അവൾക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ തന്നെയല്ലേ അവളുടെ കൂടെ നിൽക്കേണ്ടത്. ഗംഗേട്ടൻ വന്നിട്ട് ഇവിടുത്തെ വൈജയന്തിയെ സഹായിക്കുന്നതിന് പകരം ബാലചന്ദ്രനെ സപ്പോർട്ട് ചെയ്യല്ലേ. പോരാത്തതിന് പഴയ കാര്യങ്ങൾ വരെ കുട്ടികൾക്ക് മുന്നിൽ വലിച്ചിട്ടില്ലേ എന്ന് ഗംഗേട്ടൻ പറഞ്ഞു. അതിനൊക്കെ വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്. വെറുതെയല്ല ഞാൻ അവനെ പിന്തുണക്കുന്നത്. പക്ഷേ രാജീവൻ വിട്ടില്ല. അത് എന്ത് കാരണമായാലും അയാൾ ചെയ്ത വലിയ തെമ്മാടിത്തരമല്ലേ. വിവാഹത്തിന് മുൻപ് ഗൾഫ് പോയി പെണ്ണുങ്ങളുടെ കൂടെ കിടന്ന് ഒരു കൊച്ചിനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഗംഗേട്ടൻ ഇടയ്ക്ക് കയറി അങ്ങ് പറഞ്ഞു, നീ വായടക്ക് രാജീവ, ഇതൊരു ഹോസ്പിറ്റലായി പോയി. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നീ അങ്ങ് നല്ലതുപോലെ വാങ്ങിച്ചേനെ. ശിവേട്ടൻ ഇടപെട്ട് പറഞ്ഞു, അങ്ങനെയല്ല ഗംഗേട്ട, വൈജയന്തി കരഞ്ഞു വിളിച്ചപ്പോൾ സഹായിക്കാൻ പോയതാ. ഗംഗേട്ടൻ വീണ്ടും ദേഷ്യപ്പെട്ടു. എന്നിട്ട് സഹായിച്ചിട്ട് ഈ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചില്ലേ നിങ്ങളെല്ലാവരും കൂടി. ബാലചന്ദ്രൻ്റെ അവിഹിത സന്തതി എന്ന് രാജീവൻ വീണ്ടും ആവർത്തിച്ചപ്പോൾ വീട്ടിലെത്തട്ടെ, ബാക്കി അവിടെ വെച്ച് തരാം. ഇപ്പോൾ എനിക്ക് ബാലചന്ദ്രനെ ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് ക്ഷമ പിടിച്ചുകൊണ്ട് തന്നെ ഗംഗേട്ടൻ നേരെ അവിടെ നിന്ന് നടന്നു. ഗംഗാധരൻ ബാലചന്ദ്രൻ്റെ അടുത്തേക്കെത്തി സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ആ ഗംഗേട്ടൻ എപ്പോൾ വന്നു? ദേ ഇപ്പോൾ എത്തിയേ ഉള്ളൂ. നോക്ക്, നിനക്കൊന്ന് മനസ്സ് തണുപ്പിക്കാൻ ബാലചന്ദ്ര. എൻ്റെ അനിയന്മാർ ഇവിടെ വന്ന് ചെയ്ത പ്രവൃത്തിയിൽ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാണ്. നീ ഇതൊക്കെ വിട്ടേക്കെന്ന് പറയാണ് ഗംഗാധരൻ. ബാലചന്ദ്രൻ വേദനയോടെ പറഞ്ഞു, എൻ്റെ മനസ്സ് മരവിച്ചു പോയി ഗംഗേട്ട. ഇനിയും പുതിയ ചിന്തകളൊന്നും എൻ്റെ തലയിലേക്ക് വരില്ല. ഇനി കാര്യങ്ങൾ എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ച് പോവാം. വൈജയന്തിയുടെ അവസ്ഥ തിരക്കിയപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ലെന്ന് ബാലചന്ദ്രൻ അറിയിച്ചു. അപ്പോഴാണ് ഇവരുടെ സംസാരവും കേട്ടുകൊണ്ട് തന്നെ മനു അങ്ങോട്ടേക്ക് വരുന്നത്. മനുവിനോട് ഗംഗാധരൻ പറഞ്ഞു, മോനെ മനു, നീ ഒരു കാര്യം ചെയ്യേ, മാലതിയമ്മയെ കൂട്ടിയിട്ട് നീ കടപ്പാട്ടൂരിലേക്ക് പോയിക്കോ. അവിടെ അലീനയും കൃഷ്ണമോളും തനിച്ചല്ലേ. മാലതി അവിടെ ഉണ്ടാവുന്നത് നല്ലതാണ്. അവരെ നോക്കിക്കോളും. ബാലചന്ദ്രൻ ആദ്യം എതിർത്തുവെങ്കിലും ഗംഗേട്ടൻ അത് ഉറപ്പിച്ചു പറഞ്ഞു. പിന്നീട് ഗംഗേട്ടൻ ഡോക്ടറെ കണ്ട് വൈജയന്തിയെ പോയി നോക്കി. അവളുടെ ആ ഒരു കിടപ്പ് കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല ഗംഗാധരന്. അദ്ദേഹം സങ്കടത്തോടു കൂടി തന്നെ നിറ കണ്ണുകളോടെ പുറത്തേക്കിറങ്ങി അദ്ദേഹം ബാലചന്ദ്രനോട് പറഞ്ഞു, ഞാനൊന്ന് വീട്ടിലേക്ക് പോയിട്ട് വരാം. അമ്മയൊന്ന് കാണണം. പിന്നെ ഈ രാജീവനോടും ശിവനോടും എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്. എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ ഗംഗാധരൻ പോകുന്നത്. ഇതേ സമയത്തന്നെ കടപ്പാട്ടൂർ വീട്ടിൽ മാലതിയമ്മയും മനുവും എത്തിയപ്പോൾ അലീനയ്ക്ക് വലിയ ആശ്വാസമായി. അലീന വൈജയന്തിയുടെ മകളാണ് എന്ന് മാലതിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അവർ വലിയ വാത്സല്യത്തോടു കൂടി തന്നെയാണ് അലീനയോട് പെരുമാറിയത്. ബബിതയും രോഹിത്തും പോയ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ മാലതിയമ്മ അലീനയോട് പറഞ്ഞു, മോളെ, നീ എന്തിനാണ് ഇവിടെ നിന്നും ഇറങ്ങി പോകുന്നത്? നീ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കണം. അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ നീ എൻ്റെ കൂടെ വന്നോളൂ. എൻ്റെ കൂടെ നിനക്ക് എത്ര കാലം വേണമെങ്കിലും താമസിക്കാം. ഇത് കേട്ടപ്പോൾ അലീനയ്ക്ക് സംശയമായി. ഇവരെന്തോ രഹസ്യം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. കൊല്ലപ്പള്ളി വീട്ടിലേക്ക് തിരിച്ചെത്തിയ ഗംഗാധരൻ രാജീവനെയും ശിവനെയും വിളിപ്പിച്ചുകൊണ്ട് തന്നെ അവിടെ നിരത്തിയിരിക്കുകയാണ്. കമല അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ശബ്ദം താഴ്ത്തിയിട്ടാണ് തുടങ്ങിയത്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഗുണ്ടായസമൊക്കെ അവിടെ പോയി കാണിച്ചത്? അയാളെങ്ങാനും ഒരു കേസ് കൊടുത്തിരുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം പിന്നെ എന്താവുമായിരുന്നു എന്ന് ചോദിച്ചു. വൈജയന്തിയുടെ ജീവിതത്തിനേക്കാൾ വലുതാണോ മറ്റൊന്നും എന്ന് അവർ തിരിച്ചടിച്ചപ്പോൾ ഗംഗേട്ടൻ കമലയെ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ വേണ്ടി അവിടെ നിന്നും മാറ്റിയതിനു ശേഷം ആ ഒരു വലിയ ബോംബങ്ങ് പൊട്ടിച്ചു. ബാലചന്ദ്രനല്ല, വൈജയന്തിയാണ് ഇവിടെ യഥാർത്ഥ തെറ്റുകാരി. ഇത് കേട്ടപ്പോൾ അവർ രണ്ടുപേരും ആകെ ഞെട്ടിപ്പോയി. അതെ, ഗംഗാധരൻ തുടർന്നു. കല്യാണത്തിന് മുൻപ് വൈജയന്തി ഒരു കുഞ്ഞിനെ പ്രസവിച്ച കാര്യവും അതിനെ അനാഥാലയത്തിൽ ഉപേക്ഷിച്ചതും എല്ലാം മറച്ചുവെച്ച് അവൾ ബാലചന്ദ്രനെ വിവാഹം കഴിച്ചു. ആ സത്യമെല്ലാം ബാലചന്ദ്രൻ അറിഞ്ഞിരിക്കുന്നു. ആ ഷോക്കിലാണ് അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നത്. രാജീവൻ വീണ്ടും ബാലചന്ദ്രനെ മോശമായി പറഞ്ഞപ്പോൾ ഗംഗാധരൻ അവിടെ കർണത്തൊരൊറ്റന്നങ്ങ് പൊട്ടിച്ചു. എടാ, നിന്റെ ഈ വിവരമില്ലാത്ത സ്വഭാവമാണ് കാര്യങ്ങളെല്ലാം തന്നെ ഇത്രത്തോളം കൊണ്ടെത്തിച്ചത്. ബാലചന്ദ്രൻ അങ്ങനെ വേറെ ബന്ധങ്ങളൊന്നുമില്ല. അവനെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ.
ഗംഗാധരൻ പിന്നീട് നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്കെത്തി. ബാലചന്ദ്രനെ കുറ്റം പറഞ്ഞപ്പോൾ ഗംഗാധരൻ ചോദിച്ചു, ഈ അമ്മയെ ശുശ്രൂഷിച്ച് എഴുന്നേൽപ്പിച്ചത് ആ അലീനയല്ലേ? എന്നിട്ടാണോ അവൾക്കെതിരെ ഇങ്ങനെ പറയുന്നത്? മുത്തശ്ശി സ്വന്തം മകളുടെ പക്ഷം പിടിച്ചപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, തൻ കുഞ്ഞ് പൊൻകുഞ്ഞാണെന്നൊക്കെ പറഞ്ഞത് ശരിയാണമ്മേ, പക്ഷേ തൻ്റെ കുഞ്ഞ് ചെയ്തു കൂട്ടിയതൊക്കെ അറിഞ്ഞാലോ? അപ്പോഴാണ് ശിവേട്ടനും രാജീവനും അങ്ങോട്ടേക്ക് വരുന്നത്. അലീന ബാലചന്ദ്രൻ്റെ മകളല്ലെങ്കിൽ പിന്നെ അവൾക്ക് ഈ കുടുംബവുമായി എന്താണ് ബന്ധമെന്ന് അവർ തറപ്പിച്ച് ചോദിച്ചു. ഗംഗാധരൻ ആ രഹസ്യം അങ്ങ് വെളിപ്പെടുത്തി. അലീനക്ക് ഈ കുടുംബവുമായി നല്ല ബന്ധമുണ്ട്. വെറും ഒരു ബന്ധമൊന്നുമല്ല, രക്തബന്ധം തന്നെയാണ്. അലീന ബാലചന്ദ്രൻ്റെ മകളല്ല, സമ്മതിച്ചു. പക്ഷേ അവൾ വൈജയന്തിയുടെ മകളാണ്. വൈജയന്തി പണ്ട് പ്രസവിച്ച് ഉപേക്ഷിച്ചു പോയ ആ മകളാണ് അലീന. ഈ സത്യം കേട്ടതോടുകൂടി തന്നെ മുത്തശ്ശിയും രാജീവനും ശിവനും എല്ലാവരും ആകെ ഷോക്കടിച്ച് തറഞ്ഞു നിന്നുപോയി. ബാലചന്ദ്രൻ അലീനയെ സംരക്ഷിക്കുന്നത് അവളോടുള്ള സ്നേഹം കൊണ്ടാണെന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ നമ്മൾ അംഗീകരിക്കണമെന്നും ഗംഗാധരമേനോൻ പറഞ്ഞു നിർത്തുമ്പോൾ എല്ലാവരും ആകെ നിശബ്ദരായി ആ ഞെട്ടലിൽ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കണേ. രാജീവനും ശിവശങ്കരനും ഈ ഒരു വാക്ക് കേട്ടിട്ട് ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിയാതെ ഷോക്കേറ്റതുപോലെ നിൽക്കട്ടെ രണ്ടുപേരും. ഗംഗാധരമേനോൻ ആ വലിയ സത്യം തുറന്നു പറഞ്ഞപ്പോൾ കൊല്ലപ്പള്ളി വീട്ടിലെ ആ മുറിയിൽ മരണതുല്യമായ നിശബ്ദത പടർന്നു. മുത്തശ്ശി കയ്യിലിരുന്ന ജപമാല അറിയാതെ അങ്ങ് താഴേക്കിട്ടു. രാജീവനും ശിവനും പരസ്പരം നോക്കാൻ പോലും കഴിയാതെ തറഞ്ഞു നിന്നു. അലീന തങ്ങൾ ഇത്രയും കാലം വെറുത്ത അവിഹിത സന്തതിയെന്ന് വിളിച്ച് ആക്ഷേപിച്ച പെൺകുട്ടി സ്വന്തം കുടുംബത്തിലെ ചോരയാണെന്ന സത്യം അവർക്ക് ഉൾക്കൊള്ളാനായില്ല. ഇതോ എൻ്റെ വൈജ, അവൾ ഇത്രയും വലിയൊരു ചതി ചെയ്തോ? മുത്തശ്ശിയുടെ ശബ്ദം വിറച്ചു. ഗംഗേട്ടൻ അമ്മയുടെ അരികിലേക്ക് ചെന്നിരുന്നു കൊടുത്തിനെ കൈകളെല്ലാം ചേർത്ത് പിടിച്ചു. അമ്മേ, വൈജ ചെയ്തത് തെറ്റാണെങ്കിലും ആ തെറ്റിൻ്റെ ഫലമുണ്ടായ കുഞ്ഞ്, ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ടും അവൾ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചു. ബാലചന്ദ്രൻ അതറിഞ്ഞിട്ടും ആ മോളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അതാണ് അയാളുടെ മനസ്സിൻ്റെ വെളുപ്പം. ഇത് കേട്ട മുത്തശ്ശി വിതുമ്പിക്കരയാൻ തുടങ്ങി. താൻ അലീനയോട് ചെയ്തു കൂട്ടിയ ക്രൂരതകളെല്ലാം തന്നെ അവൾ തനിക്ക് നൽകിയ സ്നേഹവും ഓർത്തുകൊണ്ട് തന്നെ മുത്തശ്ശി നീറി. എപ്പോഴും ദേഷ്യക്കാരനായിരുന്ന രാജീവൻ വല്ലാതെ അങ്ങ് തളർന്നുപോയി. ഹോസ്പിറ്റലിൽ വെച്ച് ബാലചന്ദ്രനെ തല്ലാൻ ഓങ്ങിയ തൻ്റെ കൈകളിലേക്ക് അയാളൊന്നു നോക്കി. ഞാൻ എന്തൊക്കെയാ അവളോട് പറഞ്ഞത്? എന്തൊക്കെയാ ഞാൻ അവരോട് പറഞ്ഞു കൂട്ടിയത്? ബാലചന്ദ്രൻ ഇത്രയും വലിയൊരു മനുഷ്യനാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. രാജീവൻ ഗംഗേട്ടൻ്റെ കാൽക്കൽ വീണു മാപ്പ് ചോദിച്ചു. വൈജയന്തിയുടെ ഭൂതകാലം മൂടിവെക്കാൻ താൻ ചെയ്ത ഓരോ കാര്യങ്ങളും എത്ര വലിയ വിഡ്ഢിത്തരമായിരുന്നുവെന്ന് അയാൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. അടുത്ത ദിവസം തന്നെ ഗംഗാധരൻ മുത്തശ്ശിയും കൂട്ടി കടപ്പാട്ടൂര് വീട്ടിലേക്കെത്തി. അലീന അവിടെ കൃഷ്ണമോളെ ഊട്ടുകയായിരുന്നു. മുത്തശ്ശിയെ കണ്ടതോടുകൂടി തന്നെ അവൾ ഓടി വന്ന് താങ്ങി പിടിച്ചു. മുത്തശ്ശി അലീനയുടെ മുഖം കൈകളിലേക്ക് കോരിയെടുത്ത് പൊട്ടിക്കരഞ്ഞു. എൻ്റെ മോളെ, നിന്നെ ഞാൻ തിരിച്ചറിയാൻ ഈ മുത്തശ്ശിക്ക് കഴിഞ്ഞില്ലല്ലോ. നിന്നെ തിരിച്ചറിയാൻ ഈ മുത്തശ്ശിക്ക് ഇത്രയും കാലം വേണ്ടി വന്നല്ലോ. അലീനക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിലും മുത്തശ്ശിയുടെ ആ ഒരു സ്നേഹം അവൾ ശരിക്കും ആസ്വദിച്ചു. അവൾ ഒത്തിരി സന്തോഷിച്ചു. സത്യങ്ങൾ അറിഞ്ഞപ്പോൾ അലീനയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. താൻ അനാഥയല്ല എന്നും തന്നെ വളർത്തുന്ന അച്ഛൻ സത്യത്തിൽ തൻ്റെ അമ്മയുടെ ഭർത്താവാണെന്നും അറിഞ്ഞപ്പോൾ അവൾക്ക് ബാലചന്ദ്രനോടുള്ള ബഹുമാനം തന്നെ ഇരട്ടിയായി. അങ്ങനെ ഒടുവിൽ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി വന്ന വൈജയന്തി കണ്ടത് സ്നേഹത്തോടെ കാത്തിരിക്കുന്ന ഒരു കുടുംബത്തെയല്ല, മറിച്ച് തൻ്റെ ചതി തിരിച്ചറിഞ്ഞ ഒരു കൂട്ടം മനുഷ്യരെയാണ്. ബാലചന്ദ്രൻ അവരുടെ മുന്നിൽ വെച്ച് അലീനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, വൈജയന്തി, നീ കൊന്നുകളയാൻ ശ്രമിച്ച നിന്റെ രക്തമാണിത്. പക്ഷേ എനിക്കിവൾ എൻ്റെ സ്വന്തം മകളാണ്. വൈജയന്തിക്ക് ആരോടും ഒന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല. തൻ്റെ അഹങ്കാരവും ചതിയും വെളിപ്പെട്ട ആ നിമിഷം അവൾ എല്ലാവരുടെയും മുന്നിൽ തല കുനിച്ച് നിന്നു. അങ്ങനെ അലീനയെ കൈതക്കൽ മാളിക വീട്ടിലെയും കൊല്ലപ്പള്ളിയിലെയും ഔദ്യോഗിക അംഗമായി എല്ലാവരും സ്ഥിരീകരിക്കുന്നുണ്ട്. വൈജയന്തി തൻ്റെ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും ബാലചന്ദ്രനോടും അലീനയോടും മാപ്പ് ചോദിക്കാനൊക്കെ നിൽക്കുന്നതോടുകൂടിയാണ് കേട്ടോ കുടുംബത്തിൻ്റെ സമാധാനം തിരിച്ചു വരുന്നത്. പക്ഷേ ആ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതലധികം കാത്തിരിക്കേണ്ടതിരിക്കുന്നു. ഇനി ഏതായാലും കുറേയധികം എപ്പിസോഡുകൾക്ക് ശേഷമായിരിക്കട്ടോ വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.